സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു എന്നുള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ആന്റണി ജസ് ജോർജ്, ശബരിമല കവർച്ചയുടെ ആസൂത്രകൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ എല്ലാം മുന്നിൽ നിന്ന് ഗൂഢാലോചന നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കേസിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഏതായാലും രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. നേരത്തെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. ഈ രണ്ടാമത്തെ കേസിൽ 90 ദിവസം തികയാൻ ബാക്കി നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തികഞ്ഞിരുന്നു. അങ്ങനെ ജാമ്യാപേക്ഷയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. അങ്ങനെ ഇന്നലെ അതിൽ വാദം പൂർത്തിയായി. ഇന്ന് വിധി പറയാൻ വെക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ഉള്ള അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2019 അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഈ ദ്വാരപാലക ശില്പപാളികൾ, അതുപോലെ തന്നെ കട്ടിളപ്പാളികൾ, ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികൾ അടക്കം അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ സ്പോൺസറായി വന്നുകൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവിടെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ സഹായത്തോടെ ഒരു പ്രത്യേക ലായനി ഉപയോഗിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് അത് വിറ്റു എന്നുള്ളതാണ്. അത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ റോദം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് വിറ്റു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ഇക്കാര്യത്തിൽ SIT അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ നീണ്ട 90 ദിവസങ്ങളായി ഈ കേസിൽ ജയിലിൽ തുടരുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പലതവണ ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയെ, ഹൈക്കോടതിയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചെങ്കിലും അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും 90 ദിവസമാണ്. 90 ദിവസത്തിനുള്ളിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ഇത്തരത്തിൽ 10 വർഷത്തിന് മുകളിൽ തടവുകൾ ലഭിക്കുന്ന വകുപ്പിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതുപ്രകാരം കഴിഞ്ഞ ദിവസം ഈ കേസിൽ മുരാരി ബാബു പുറത്തിറങ്ങിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാളും പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിച്ചു. പക്ഷേ ഈ കട്ടിളപ്പാളി കേസ് ഉണ്ടായിരുന്നതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ കേസിലും കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുകയാണ്.